ഹലോ കൂട്ടുകാരെ, നാളത്തെ ഫുൾ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. നാളത്തെ ഫുൾ മൂണിൻ്റെ ഇനിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു പൂർണിമയും കൂടെയാണ്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള എനർജി അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ട്രിഗേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് മസ്കുലൈൻ എനർജിയിലാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയുടെ ഉള്ളിലുള്ള മസ്കുലൈൻ എനർജീനും, അതായത് ഇന്നർ മസ്കുലൈൻ എനർജീൻ്റെ വൂൺസും, അതേപോലെ തന്നെ ഔട്ടർ വേൾഡിലുള്ള കൗണ്ടർ പാർട്ടിനും നാളത്തെ ഫുൾ മൂൺ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ പേർജിങ്ങിൻ്റെ എനർജി ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ഫെമിനൈൻ എനർജിയിലുള്ള ഇന്നർ മസ്കുലൈൻ വൂൺസ് അല്ലെങ്കിൽ ഇന്നർ മസ്കുലൈൻ്റെ ഹീലിംഗ് എങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓൾറെഡി ഈ ഒരു എനർജീസ് 7/7 പോർട്ടൽ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ഫെമിനൈൻ എനർജി അവോയ്ഡ് ചെയ്തിട്ടുള്ള ഇന്നർ മസ്കുലൈൻ്റെ ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുതിയ ഐഡിയാസായിട്ട് ഗോൾസായിട്ട് സർഫേസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഐഡിയാസ് സർഫേസിൽ വരുന്ന സമയം തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിയേഴ്സും സർഫേസിൽ വരുന്നതാണ്. കാരണം ഒരിക്കലും ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇവോക്ക് ചെയ്യുമ്പോൾ അതൊരു കംഫർട്ട് സോണിലായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫിയേഴ്സ് സർഫേസിൽ വരുന്നതാണ്. ആൻഡ് ഒത്തിരി കാര്യങ്ങൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും ഈ ഒരു ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജീസ് ഹീലിങ്ങിൽ ഓൾമോസ്റ്റ് ഒരു 50 to 60% ഒക്കെ കംപ്ലീറ്റ് ആയവർക്കാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യണമെന്നും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നും ഉള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും വരും. അതൊരു ഡിവൈൻ ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എനർജീനെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള കൺട്രോളിങ് ഇഷ്യൂസ് ഫെമിനൈൻ എനർജി അവരുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ, അതായത് അവരുടെ വീട്ടിൽ, അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ, അവരുടെ കുട്ടികളിലൊക്കെയും കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ അവർക്ക് ട്രിഗറായിട്ട് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് കാണിച്ചു കൊണ്ട് സർഫേസിൽ വരാനുള്ള പോസിബിലിറ്റി ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നുണ്ട്. ടോട്ടലി കളക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പം കുറേയധികം ഇന്നർ മസ്കുലൈൻ്റെ വൂൺസ് ആയിരിക്കും സർഫേസിൽ വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ആ ഒരു ഇന്നർ മസ്കുലൈനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ഷാഡോ സെൽഫ് ആയിരിക്കും നമ്മളുടെ ഇന്നർ യൂണിയനിൽ വരണമെങ്കിൽ നമ്മൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അതായത് ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ഫെമിനൈൻ എനർജി ആ ഒരു ഇന്നർ ഫെമിനൈൻ എനർജീൻ്റെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഇന്നർ മസ്കുലൈൻ എനർജീൻ്റെ വൂൺസ് കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് 3Dയിലൊരു യൂണിയനിലേക്ക്, അതായത് ഒരു കമ്പൈൻഡ് പർപ്പസിലൊക്കെയും ട്വിൻ ഫ്ലെയിംസ് വരാനുള്ള മെയിനായിട്ടുള്ള ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് ആ ബ്ലോക്സിനെയൊക്കെയും സർഫേസിൽ കൊണ്ടുവന്ന് മസ്കുലൈൻ എനർജീനെ ഹീൽ ചെയ്യാനുള്ള സമയമാണ്. ഇനിയും കളക്റ്റീവായിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസിൻ്റെ എനർജി ഒന്ന് മനസ്സിലാക്കാം. ഇൻറ്റൻസ് ഇമോഷണൽ പേർജിങ് ആണ്. ഇതുവരെ അവർ ഫേസ് ചെയ്യാത്ത അവരുടെ ഇന്നർ ഫെമിനൈൻസിനെ അവർക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് അവർക്ക് ടെസ്റ്റ് ആൻഡ് ട്രിഗേഴ്സ് കൊടുക്കുന്ന സമയം. കാർമിക് ലെസൺസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിലാണ് ഈ ഒരു സമയം. അതായത് 10/10 പോർട്ടലിൽ കാർമിക് ക്ലിയറൻസ് നടക്കേണ്ട കാര്യങ്ങളിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കാർമിക് ലെസൺസിലൂടെ പോവുകയും അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് റിയനലൈസ്, മസ്കുലൈൻ എനർജീസ് റിയനലൈസ് ചെയ്യുന്ന ഒരു സമയവുമാണ്. ഇതുവരെ അവരിലുള്ള കൺട്രോളിങ് ഇഷ്യൂസ് ആയിക്കോട്ടെ, കോഡിപ്പെൻഡൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡ് ഇഷ്യൂസ്, അവരുടെ ഷാഡോ സെൽഫ് എന്ന് പറയാം മൊത്തത്തിൽ, അതൊക്കെയും അവർക്ക് സ്ട്രോങ് ആയിട്ട് സർഫേസിൽ വരുന്ന ഒരു സമയം. അതായത് ഇനി ഹീൽ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ, ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് എക്സ്ട്രീം ലെവലിൽ ഔട്ടർ മസ്കുലൈൻസിന്
ടെസ്റ്റ് ആൻഡ് ട്രിഗേഴ്സ് കൊടുക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ രണ്ട് കൗണ്ടർ പാർട്സും, അതായത് ഡിവൈൻ ഫെമിനൈൻസിനും ഡിവൈൻ മസ്കുലൈൻസിനും അവരുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ടുള്ള ഒരു പ്രോസസ്സ് യൂണിവേഴ്സായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സമയം. ഇതിലൂടെ അവരിലുള്ള ലൈറ്റ് കോഡ് ആക്ടിവേഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഡിവൈൻ ഡൗൺലോഡ്സ് ഫെമിനൈൻ എനർജീസിന് കിട്ടുന്നുണ്ടാവാം. അത് ഈവൻ അവർക്ക് ഹീൽ ചെയ്യേണ്ട കാര്യമായിരിക്കാം. അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് ക്യാരി ചെയ്തുകൊണ്ട് വന്ന മസ്കുലൈൻ എനർജീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതല്ലെങ്കിൽ കളക്റ്റീവായിട്ട് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഡൗൺലോഡ്സ് വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻ ആവാനായിട്ട് ശ്രമിക്കുക.